ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ നിലപാട് വളരെ വിചിത്രമാണ്. അതായത് ഇലക്ഷൻ സമയത്ത് ഇവർ ഈ കാന്തപുരം വിഭാഗം ഇടതുപക്ഷത്തെ പിന്തുണച്ചു. അത് കാന്തപുരത്തിൻ്റെ മകൻ ഹക്കീം അസേരിയുടെ ഒരു വീഡിയോ കണ്ട് കാണും. അതിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷ ധ്രുവീകരണം UDFന് അനുകൂലമായിട്ടുണ്ടായി എന്നുള്ളത് വെറുതെ പറയുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു UDFന് അനുകൂലമായ ഒരു ന്യൂനപക്ഷങ്ങളുടെ സംഘടിക്കൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം AP വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്നെന്നുള്ളതാണ്. പിന്നെ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾക്കത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായതാണ്. AP വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്നു. ഇടതുപക്ഷം വരുന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും. പക്ഷേ ഇടതുപക്ഷം പരാജയപ്പെട്ടു. ദയനീയമായിട്ട് CPM അടക്കമുള്ള പാർട്ടികൾ പരാജയപ്പെട്ടു. 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നു. പിന്നെ കളം മാറി, UDFലായി. ഇപ്പോൾ UDFൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക AP വിഭാഗം. അതിലിപ്പോൾ ഏറ്റവും അന്തിമമായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്നുള്ളതാണ്. അതിൽ രസകരമായൊരു സംഭവം, 4-ാം തീയതി തിങ്കളാഴ്ച റിസൾട്ട് വന്നു. പിന്നെ ചൊവ്വാഴ്ച മുതൽ ഈ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെയെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ഒരു അഭിപ്രായം പറയാം. അന്നും തർക്കങ്ങളുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി വൈകുന്നേരം വരെ അഭിപ്രായമൊന്നുമില്ല. ശനിയാഴ്ച രാത്രി ഏകദേശം ആരാകും എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് പോയി. KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്, ഹൈക്കമാൻഡ് തീരുമാനം അങ്ങനെയാണ് എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് പോയപ്പോൾ അതാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് ഏകദേശം ഒരു 99% ഉറപ്പ് വന്ന സമയത്ത് KC വേണുഗോപാലിനൊരു പിന്തുണ. എന്നാൽ ഇത് ആദ്യം കൊടുത്തൂടെ, ഒരു ദിവസം മുമ്പെങ്കിലും ആര് വരും എന്നറിയുന്നതിൻ്റെ മുന്നേ കൊടുത്തൂടെ? അത് കൊടുക്കൂല. കാരണം ആരാണ് വരിക എന്നറിയണം, എന്നിട്ട് വേണം പിന്തുണക്കാൻ. എന്താണ് ഇതിനൊക്കെ പറയുക? ഇപ്പോൾ വലതുപക്ഷത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നൊരു 99% തീരുമാനമായ പോലെയാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആര് വരും എന്നറിയാൻ വേണ്ടി കാത്തുനിന്ന് വരുന്ന ആളങ്ങ് താങ്ങിക്കൊടുക്കുക. അത് മുമ്പും ഈ വിഭാഗം ഇതാക്കുന്ന ഒരു സമീപനമാണത്. ഇന്നലെ വൈകുന്നേരമാണ് ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടത്. AP വിഭാഗം KC വേണുഗോപാലിനെ പിന്തുണക്കുന്നു എന്ന്. പിന്നെ മാത്രമല്ല, UDFൽ ഇപ്പം ഇനി 2 കോൺഗ്രസ്സിൽ തന്നെ അല്ലെങ്കിൽ UDFൽ 2 വിഭാഗം വരും. കാരണം ലീഗ് അനുകൂല വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും. അപ്പോൾ ലീഗ് വിരുദ്ധ വിഭാഗമായിരിക്കും KC വേണുഗോപാലിൻ്റെ. കാരണം ലീഗിൻ്റെ പിടുത്തത്തിൽ നിന്നോളുന്നില്ല.